പക്ഷേ വചനം കൃപാവരത്തേക്കാൾ ശക്തിയുള്ളതാണ്. വേദപുസ്തകത്തിൽ വചനത്തെക്കുറിച്ച് പറഞ്ഞത് വചനം ദൈവമാണെന്നാണ്. അതിനപ്പുറത്തേക്കൊരു വാക്കില്ല. സ്തോത്രം. അപ്പുറത്തേക്കൊരു വാക്കില്ല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. മോശയോടൊരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോശ ഒട്ടുന്ന ദൈവമായി എന്നല്ല. ദൈവത്തിനപ്പുറത്തേക്കൊരു പദവിയില്ല, ഒരു പൊസിഷനില്ല, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചാൽ ഏറ്റവും ഭൂമിയിൽ വെച്ച് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഭൗതിക ചിന്തയിൽ രാജാവാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേദപുസ്തക ചിന്തയിൽ വേറൊരു പദവിയില്ല. രാജാവിനപ്പുറം ഒരാളില്ല. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് മനസ്സലിഞ്ഞ് ദാവീദിനെയൊക്കെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഒരു രാജാവാക്കി. യോസേപ്പിനെയൊക്കെ എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെയാണ്. ഫറവോൻ രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരുടെ സ്തോത്രം മുമ്പിൽ അപമാനിതനാകാതിരിക്കാൻ വേണ്ടി ഈ കസേര ഞാൻ ഇരുന്നോളാം, പക്ഷെ ഭരണമൊക്കെ നീ തന്നെ ചെയ്തു. അതിനർത്ഥം നീയാണ് രാജാവ് സ്തോത്രം എന്ന് അധികാരിയെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. ഒരു മനുഷ്യനെ ഭൂമിയിൽ വെച്ച് ഉയർത്താവുന്നതിൻ്റെ പരമാവധി രാജാവാക്കുക എന്നുള്ളതാണ്. ചിലരെയൊക്കെ ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നത്. വിശ്വസ്തരെന്ന് ദൈവത്തിന് തോന്നിയാൽ അവരെ ആക്കാവുന്നതിൻ്റെ പരമാവധി ആക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മൾ ജനിച്ച കുടുംബമോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ചെയ്തതോ നമ്മുടെ ആളുകൾ നമ്മളെ കൺസിഡറേഷൻ ചെയ്യുന്നതോ ഇതൊന്നും നമ്മൾ വലിയ കാര്യമാക്കണ്ട. ദൈവം ഒരുവനെ കുറിച്ച് തീരുമാനിച്ചാൽ അവനെ എവിടെ വരെ ആക്കുമെന്ന് ആർക്കും ഗണിക്കാൻ പറ്റിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കാമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു പവറില്ല. അത്രയ്ക്ക് അൾട്ടിമേറ്റ് ലെവലിലേക്ക് ഞാൻ നിന്നെ എത്തിച്ചേക്കാം എന്നൊക്കെയാണ് ആ പറഞ്ഞതിൻ്റെ ശരിക്കുള്ള അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ് വചനം ദൈവമാണ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മരുന്നിനപ്പുറം ആയുർവേദത്തിൽ പറ്റാത്തത് അലോപ്പതിയെ പറ്റിയേക്കാം. ഒരു വക്കീലിന് കഴിയാത്തത് വേറൊരു നമ്മൾ പോലില്ലേ, ഒരു വക്കീലിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഹൈക്കോർട്ട് വക്കീലിനെ പിടിച്ചേക്കാം. ഒരു കോടതി തീർന്നില്ലെങ്കിൽ സുപ്രീം കോടതി പോയേക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവം പറഞ്ഞിരിക്കുന്നു വചനം കൊണ്ട് തീർന്നില്ലെങ്കിൽ പിന്നെ എങ്ങും തീരുകയില്ല. കാരണം വചനം അതിൻ്റെ അൾട്ടിമേറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വചനം ദൈവമാണ്, അതിനപ്പുറം ഒരു മരുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ, മനുഷ്യന്റെ പ്രതികൂലങ്ങളെ ഒതുക്കാൻ സ്വർഗസ്ഥനായ ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും ഭയങ്കരമായ ശക്തിയാണ് ദൈവത്തിന്റെ വചനം. അതിനപ്പുറം വേറൊന്നുമില്ല. അതിനകത്ത് തീരാത്ത വിഷയമില്ല. വചനം ദൈവമാണ്. ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അനുഗ്രഹീത സഭ വചനത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു കർത്തൃദാസന്റെ ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ദൈവസഭ. അതുകൊണ്ട് ദൈവമക്കളെ എന്തു വന്നാലും നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കണം. വചനത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല. വചനം എന്തു പറയുന്നു അത് ഞാൻ അനുസരിക്കും. അതിനകത്ത് കോംപ്രമൈസ് ഉണ്ടാകരുത്. അങ്ങനെ ഒരു മനസ്ഥിതി വന്നെങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തെ ചൊല്ലി അങ്ങനെ പറഞ്ഞത് വചനം ദൈവമാണ്. സ്തോത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ വചനത്താൽ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പറയണം, വചനത്തിന് കഴിയാത്തതൊന്നുമില്ല. ഏത് ക്രൂരനെ രൂപാന്തരപ്പെടുത്താൻ പറ്റും, ഏത് രോഗവും സൗഖ്യമാക്കാൻ പറ്റും, ഏത് മനുഷ്യനെ മാറ്റാൻ പറ്റും, ഏത് പ്രതിബന്ധങ്ങളെ ഉടയ്ക്കാൻ പറ്റും. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകലിൽ വചനത്തിന്റെ ദിവസമാണ്. ഇന്ന് പകലിൽ വചനത്തിന്റെ പ്രതാപം കാണിക്കുന്ന ദിവസമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ പ്രതാപം വെളിപ്പെടാനിടയാകണം. വേദപുസ്തകത്തിനകത്ത് വചനം കൊണ്ട് പ്രവർത്തിച്ച സാധാരണമായിരിക്കുന്ന സംഭവങ്ങൾ ഞാനും ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നെ ദൈവമായ കർത്താവ് ദൈവവചന ശുശ്രൂഷകനാക്കുന്നു എന്ന് ബോധ്യമായ സമയം മുതൽ, പ്രത്യേകിച്ച് ഇതുപോലെ ക്ഷണിക്കപ്പെട്ടും യാത്ര ചെയ്തും തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ ആക്കി വെച്ചു എന്ന് എൻ്റെ ഹൃദയത്തിൽ ബോധ്യമായ സമയം മുതൽ ഞാൻ ഏറ്റവും അധികം വചനത്തിൽ പരിശോധിച്ചിട്ടുള്ളത് വചനത്തിന് മനുഷ്യനിൽ എന്ത് ചെയ്യാൻ കഴിയും. സ്തോത്രം. എത്രയോ എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാനതൊരു പുസ്തകമാക്കി ഇറക്കിയേനെ. അത്രയും കൊതിപ്പിക്കുന്ന ചിന്തകളാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഓരോ പ്രാവശ്യം അന്വേഷിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുന്നത്.
ഈ അടുത്ത ദിവസം ഞാൻ പഠിച്ച ഒരു ഭാഗം നിങ്ങളോട് പറഞ്ഞിട്ട് അതല്ല ഇന്നിവിടെ പ്രസംഗിക്കാൻ ദൈവം എൻ്റെ കയ്യിൽ തന്നുവിട്ടിരിക്കുന്നത്. പക്ഷേ വചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്ര ആകാംക്ഷഭരിതരായതുകൊണ്ട് ഞാനൊരു കൊച്ചു കാര്യം മാത്രം വചനത്തിൻ്റെ അപാരത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നിങ്ങൾക്കൊന്ന് ബൈബിൾ തുറന്ന് നോക്കിയൊന്ന് വായിക്കുകയും ചെയ്യാമോ? 19-20 വായിക്കാമോ? ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. മതി മതി, അത്ര മതി. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. മലയാളത്തിൽ അങ്ങനെ സുന്ദരമായ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ലാഘവത്തോടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നുന്നു, അല്ലേ? ഒരു സംഭവത്തിൻ്റെ കൺക്ലൂഷനാണത്. എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ. ഒരു സംഭവം അവസാനിപ്പിക്കും. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയണം, വലിയ വലിയ കാര്യങ്ങൾ നടന്നിട്ട് ബൈബിൾ അതിൻ്റെ അവസാനം കൊണ്ടുവന്നിട്ട് ഫുട് നോട്ട് പോലെ അത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് കാണും. സ്തോത്രം. എന്നോട് ഞാൻ പറയാം, ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ വായിച്ചു കഴിയുമ്പോൾ അതിനെ കൊണ്ടുവന്ന് കൺക്ലൂഷൻ, അത് അവസാനിപ്പിക്കുന്നൊരു ഭാഗം. ഞാനൊരു ഉദാഹരണം പറയുന്നത്, അത് തന്നെ പറഞ്ഞാൽ ഒരു പ്രസംഗമായി പോവും. സ്തോത്രം. അതുകൊണ്ട് അതെല്ലാം കൂടി പറഞ്ഞ് നമ്മുടെ ആമുഖ സമയം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നൊരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവിടെ വന്ന് വലിയ പ്രമാദമായ കാര്യങ്ങളൊക്കെ അവിടെ നടന്നത്. കുറച്ച് ടൈം എടുത്തു, ഒരു യോഗത്തിൻ്റെ സമയമെടുത്ത് കാണും. കാരണം മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കിയിട്ട് കർത്താവ് അവനെ നോക്കി, അത് കണ്ട് അവൻ്റെ പാപം മോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പരീശന്മാർ വഴക്കുണ്ടാക്കിയപ്പോൾ അവർക്ക് മറുപടി കൊടുത്തു. എന്നിട്ട് അവനോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇച്ചിരി സമയമെടുത്തു, ഒരു യോഗത്തിൻ്റെ സമയമെന്ന് വിചാരിച്ചു. അത്ര സമയമെടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലൂക്കോസ്, മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ അത് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 5-ലാണ് ആ സംഭവം എഴുതിയിരിക്കുന്നത്. വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. അവിടെ ആ സംഭവത്തിൻ്റെ കൺക്ലൂഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. നിങ്ങൾ ബൈബിളിൻ്റെ ഭാഷ മനസ്സിലാവുന്നു? ഒരു വലിയ സംഭവം നടന്നു, അതിൻ്റെ അവസാനം എഴുതിയത് ഇന്ന് ഞങ്ങൾ രോഗശാന്തി കണ്ടു എന്നല്ല, ഇന്ന് ഞങ്ങൾ സ്തോത്രം 4 പേര് ചുമന്നുകൊണ്ട് വന്നോ നടന്നു പോകുന്ന കണ്ടു എന്നല്ല. ആ സംഭവത്തിൻ്റെ കൺക്ലൂഷൻ ബൈബിള് പറയുന്നത് ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. ആ സംഭവത്തിലാണ് കൺക്ലൂഷൻ ഉണ്ടായത്. സ്തോത്രം. ഞാൻ നിങ്ങളോടത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ തുടുപ്പ് കൊണ്ട് പറയാം, ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ പറയാനുണ്ടാവണം. ഒരു സെറ്റപ്പ് ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് ചെയ്യണം. ഹല്ലേലൂയ. അതൊരു ദൈവിക ദൂതായി ഞാൻ ഈ പ്രൈസ് സിറ്റി ചർച്ചിനോട് പറയാം, നിങ്ങൾ ഓരോരുത്തരോടും പറയാം. ഇതുവരെ ഒരു കൺക്ലൂഷൻ ആകാത്ത ചില വിഷയങ്ങൾ ഈ പ്രാർത്ഥനയിൽ കൺക്ലൂഷൻ ആകണം. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ദൈവാത്മാവിൽ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കുറെ കാലമായി പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, പലരോട് പറയുന്നുണ്ട്, പക്ഷെ ഒരു കൺക്ലൂഷൻ ആകുന്നില്ല, ഒരു ഉപസംഹാരം ആ വിഷയത്തിന് വരുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ്, ഞാനൊരു ആമുഖം പറഞ്ഞ് ആടി നിൽക്കുകയല്ല, ഈ പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂത് തെളിഞ്ഞു വരികയാ. നിന്റെ വീട്ടിൽ ചില വിഷയങ്ങൾക്ക് ഉപസംഹാരം വരാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് തീർക്കത്തില്ലെന്ന് വാദിക്കുന്ന ചിലരോട് ഈ പ്രാർത്ഥനയുടെ 16-ാം ദിവസം ദൈവാത്മാവ് ഇടപെടുകയാണ്. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് അത് തന്നെ ചെയ്തു തുടങ്ങട്ടെ. Glory be ribi shandala ragadana rigalkana naraba shamana ragasadhiana. പ്രാർത്ഥിച്ചോ, ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ദൈവത്തോട് പ്രാർത്ഥിച്ചോ, കർത്താവിനോട് പ്രാർത്ഥിച്ചോ. ദൈവമേ, ഒത്തിരി നാളായി ഹല്ലേലൂയ കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങൾ, അവസാനിപ്പിക്കത്തില്ലെന്ന് ശത്രു വാദിക്കുന്ന ചില വിഷയങ്ങൾ, അതിന് കർത്താവ് തീരുമാനിക്കുകയാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇനി ആ വിഷയം വേറൊരു പ്രാർത്ഥനയിൽ വെക്കാതെ വണ്ണം, വേറൊരു യോഗത്തിൽ വെക്കാതെ വണ്ണം ഈ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങൾ അത് ഉപസംഹരിക്കപ്പെടും.
വ്യാപരിക്കട്ടെ, ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ, ആത്മശക്തി ഇറങ്ങട്ടെ. ഓരോരുത്തരുടെ മേലും നീ എന്താകണം, നിന്റെ സന്തതി എന്താകണം എന്നുള്ളതിന് ദൈവം നിശ്ചയിച്ച കൺക്ലൂഷനിലേക്ക് പരിശുദ്ധാത്മാവ് വരുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24 വർഷമായി അബ്രഹാമിനോട് ദൈവം എവിടെ വെച്ച് കണ്ടാലും പറയും, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ഏത് യോഗത്തിൽ പോയി അബ്രഹാം പോയിരുന്നാലും തലേ കൈവച്ചിട്ട് പറയും, ഞാൻ നിനക്കൊരു തലമുറയെ തരും. അത് വാഗ്ദത്ത സന്തതിയായിരിക്കും. അവനെ ഞാൻ ആകാശത്തിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയും. പക്ഷെ ആ ദൂതിനൊരു കൺക്ലൂഷൻ ആകുന്നില്ല. ഇതെന്തെങ്കിലും നടക്കണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ പാർത്തിരിക്കുമ്പോൾ ഒരു ദിവസം ആളത്തത്തിൽ ആ വീട്ടിൽ വന്നു കയറി. അന്ന് അബ്രഹാം സ്തോത്രം സാറയും കൂടി ദൈവത്തിന് വെച്ച് വിളമ്പിക്കൊടുത്തു. അന്ന് ആ സംഭവത്തിനൊരു കൺക്ലൂഷനായി. എങ്ങനെയാണെന്നറിയുമോ? അടുത്ത കൊല്ലം ഈ സമയത്ത് ഞാൻ വീണ്ടും വരും. അന്ന് നിന്റെ കയ്യിൽ ഒരു ആൺസന്തതി ഉണ്ടാകും. അങ്ങനെ കൺക്ലൂഷൻ ആകാതെ കിടക്കുന്ന ചില വിഷയങ്ങളെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തോന്നിയാലും ദൈവസഭയോട് പറയുന്നു, ചലിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ഇറങ്ങി വരട്ടെ ദൈവം, ഇറങ്ങി വരട്ടെ ദൈവം. ചില വിഷയങ്ങൾ ക്ലോസ് ചെയ്യാൻ ദൈവം നിന്റെ വീട്ടിലേക്ക് വരട്ടെ, ദൈവം നിന്റെ വീട്ടിലേക്ക് വരട്ടെ, ദൈവം ഇറങ്ങി വരട്ടെ, നിന്റെ സഭയിലേക്ക് വരട്ടെ, നിന്റെ അടുക്കലേക്ക് വരട്ടെ. ആ ഉപസംഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ, ഇതിനകത്തുണ്ടാകട്ടെ. അത് ദൈവത്താൽ സംഭവിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ പരിശോധിച്ചാൽ അത് തന്നെ നിങ്ങൾക്കൊരു സബ്ജക്റ്റായിട്ട് വേദപുസ്തക പഠിതാക്കൾക്ക് എടുക്കാം. കർത്താവ് പല കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്തോത്രം, ഒരത്ഭുത വാക്കിലായിരിക്കും. ഇവിടെ പ്രമാദമായിരിക്കുന്ന 19-20 ഒരു വലിയ സംഭവത്തിൻ്റെ കൺക്ലൂഷനാണത്. സ്തോത്രം. കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട വാക്യമല്ല, ഒരു പാരഗ്രാഫിൻ്റെ അവസാനമാണ്. ഒരു പാരഗ്രാഫിൻ്റെ എന്നും പറഞ്ഞാൽ ഒക്കെയല്ല, ഒരു പ്രമാദമായ സംഭവത്തിൻ്റെ കൺക്ലൂഷനാണ്. എന്താണ് അവിടുത്തെ വിഷയമെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം ആസിയിൽ ഏകദേശം 1.5 വർഷക്കാലം സ്തോത്രം താമസിച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. പൗലോസിനെ കൊണ്ട് പ്രസംഗിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ മാർഗത്തെ ദുഷിച്ചു. അങ്ങനെയൊക്കെ വലിയ സംഭവങ്ങൾ നടന്നവിടെ. അങ്ങനെ നടന്നത് പൗലോസ് ഒരു വഴക്കിന് പോയില്ല, രാഷ്ട്രീയക്കാരെ കാണാൻ വേണ്ടി പോയില്ല. പൗലോസ് പ്രസംഗം നിർത്തിയിട്ട് തുറന്നോസിൻ്റെ പാഠശാല എടുത്ത് അതിനകത്ത് സ്തോത്രം ഒരു മേശയിട്ടുകൊണ്ട് സ്തോത്രം എൻ്റെ ഒരു ഭാവനോട് ചേർത്ത് പറയുക. അദ്ദേഹം സ്തോത്രം ഒരു ബൈബിൾ ക്ലാസ് പോലെ ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നു, ആസിയിലുള്ള എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി എന്ന 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അതിനർത്ഥം ദൈവാത്മാവുള്ളവൻ, ദൈവനിയോഗമുള്ളവൻ ഒരു മേശ ഇട്ടുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി, അവൻ്റെ അടുക്കൽ ദൈവം ആളെ വിടും. യേശുവിന് നാം ഒരു ബ്രേക്ക് ത്രൂ തന്നെ ഇന്നിവിടെ ഉണ്ടാകണം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് ഞാനൊരു ആമുഖൻ 5-6 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് വചനത്തിൽ കയറാൻ നിൽക്കുക. പക്ഷെ പറയുന്നിടത്തെല്ലാം, കുഴിക്കുന്നിടത്തെല്ലാം വെള്ളമെന്ന് പറഞ്ഞതുപോലെ ഈ പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ പറയുന്നിടത്തെല്ലാം പ്രവചനത്തെക്കാൾ ഷാർപ്പായ ദൈവത്തിൻ്റെ ദൂത് വരികയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു സീസൺ ഉണ്ട്. കർത്താവിൻ്റെ ദാസനോട് ആത്മാവിൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സമ്മർദ്ദത്തിൽ പറയുക, ബിജോ പാസ്റ്റർ അങ്ങനെ ഒരു സീസൺ ഉണ്ട്.
ഒരു കാലത്ത് നമ്മൾ വീടുകളിൽ ചെന്നാൽ വീട്ടിൽ കയറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. നമ്മളാ പ്രസംഗിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാത്ത. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ തിരുവനന്തപുരത്തൊക്കെ ബിജോ പാസ്റ്റർക്ക് അറിയായിരിക്കാം. അവിടെ ഇപ്പോൾ ആര് വേണമെന്നൊന്നുമില്ല. സ്തോത്രം. അവിടെ ആളെ നോക്കി എവിടെ കൊണ്ടുവന്ന് യോഗം വെച്ചാലും കിട്ടും 100-300 പേര്. അതാര് പ്രസംഗിച്ചാലും. സ്തോത്രം. അവർ സഭ നോക്കാറില്ല, സംഘടന നോക്കാറില്ല, വന്നതാണാണോ പെണ്ണാണോ രണ്ടും കെട്ടവനാണോ, ഇതൊന്നും അവർക്ക് വിഷയമല്ല. സ്തോത്രം. ആൾക്കാർ വരും, തിരുവനന്തപുരംകാർ കേട്ടാൽ എന്നെ കൊല്ലും. സ്തോത്രം. എന്നാലും വേണ്ടില്ല, ഞാൻ കാര്യം പറയാൻ വേണ്ടി പറയാം കേട്ടോ. അങ്ങനെ ഞാൻ പട്ടത്തിനകത്ത്, സ്തോത്രം, ഗൗരീശ പട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എൻ്റെ പേരൊക്കെ വെച്ച് നോട്ടീസൊക്കെ അടിച്ച് കുറേ കാലം കൊറോണയ്ക്കൊക്കെ മുമ്പാണ് ഒരു നല്ല പാസ്റ്റർ യോഗം വെച്ചു. സ്തോത്രം. ഒരു ദിവസത്തേക്ക്. ഇന്ന് വൈകുന്നേരം ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഒരു സ്കൂളാണ് എടുത്തിരിക്കുന്നത്. വലിയ നീളമുള്ള പണ്ടത്തെ സ്കൂൾ, ഓടിട്ട സ്കൂള്, തടിയുടെ സ്ക്രീൻ വെച്ച് ഇങ്ങനെ മറച്ച് ക്ലാസ്സുകൾ തിരിക്കുന്ന സ്കൂൾ. ഓർക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഹൈടെക് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അതൊന്നും ഓർമ്മ കാണിയല്ല. ആ പണ്ടത്തെ ഭയങ്കര ഒറ്റ ഹോളായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തടിയുടെ സ്ക്രീൻ വെച്ച് 1ാം ക്ലാസ്സും 2ാം ക്ലാസ് എയും ബി ഒക്കെ തിരിച്ച് അങ്ങനത്തെ ഒരു സ്കൂൾ ഹോളാണ്. അതിനകത്ത് ആ ദൈവദാസൻ പാവം, സ്തോത്രം, അദ്ദേഹം അതിൻ്റെ അങ്ങേറ്റത്ത് ഭയങ്കര സ്റ്റേജ് കിട്ടി, പാട്ടുകാരൊക്കെ വെച്ചു. സ്തോത്രം. എന്നിട്ട് ഈ ഹോൾ അങ്ങേറ്റം വരെ ആൾ വരും എന്ന് പറഞ്ഞ് കസേരയെല്ലാം എടുത്തിട്ടു. സ്തോത്രം. ഞാൻ വൈകുന്നേരം അന്നത്തെ സമയത്ത് അവിടെ ബസ്സിനാണ് അന്ന് ചെല്ലുന്നത്. ബസ്സിന് ചെന്നോ ഞാനൊരു ഓട്ടോ വിളിച്ചു. പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്കൊരു ഒരു പ്രയാസം. കാരണം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞ സമയം അപ്പോൾ എന്നെ ഒരു വീട്ടിൽ കൊണ്ടിരുത്തി. സ്തോത്രം. അങ്ങനെ സംഘാടകർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് പാസ്റ്ററെ ഒരു ചായ കുടിച്ചിട്ടിരിക്കുക, അവിടെ ക്രമീകരണാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. 7:30 7:45 7:50 വിളിക്കാൻ വരുന്നില്ല. ഞാൻ ഓർത്തു, സ്തോത്രം, വേറെ പ്രസംഗികരാരെങ്കിലും വന്നോ ഇനി. സ്തോത്രം. ഒരു 8 അടുക്കുന്ന സമയത്ത് ഒരാൾ വന്നു, സ്കൂട്ടറിനകത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പോകാമെന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു, ഇറങ്ങി. ഞാൻ പറഞ്ഞു 8 മണി കുഴപ്പമില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സത്യം പറയുന്ന സംഘാടകരടക്കം, പാട്ടുകാരെ കൂടാതെ സംഘാടകരടക്കം 6-7 പേരുള്ളൂ. ഭയങ്കര ഹോള്. ഷാജി പാസ്റ്റർ വരുന്നൊക്കെ പറഞ്ഞാൽ അവർക്കറിയാം ആര് വരാൻ. സ്വാതന്ത്ര്യം. പട്ടത്ത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിനകത്ത്. അപ്പം എനിക്ക് ആ പാസ്റ്റർക്ക് എന്നോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പാസ്റ്ററിനോട് പറഞ്ഞ്, പാസ്റ്റർ കണ്ണ് നിറഞ്ഞെന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്താണെന്നറിയില്ല, ഇവിടേക്ക് ആൾ വരേണ്ടതാണ്, ഞാൻ ചെയ്യാവുന്ന എൻ്റെ മാക്സിമം ചെയ്തു, ഇവിടെ എല്ലാം നോട്ടീസ് ഒട്ടിച്ച് അതുപോലെ ചോദിച്ചു, പക്ഷേ ആരും വന്നിട്ടില്ല, വരുമോ? ഞാൻ പറഞ്ഞു പേടിക്കണ്ട, സാരമില്ല, അദ്ദേഹത്തിൻ്റെ ഭാരം എനിക്ക് സാരമില്ലെന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ 5 പേരോട് പ്രസംഗിച്ച് ഞാൻ 5 കൊല്ലം ജീവിച്ചവനാണ്. സ്തോത്രം. 5 കൊല്ലം. ബിജോ പാസ്റ്റർക്ക് അറിയായിരിക്കും. അന്ന് അതിന് ശേഷമാണ് ബിജോ പാസ്റ്റർ അവിടെ വരാൻ തുടങ്ങി. നമ്മൾ ടെൻറ്റിലാണ് ബിജോ പാസ്റ്റർ വന്നിട്ടുള്ളൂ. ആസ്പത്രിയുടെ മുകളിൽ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് മിക്കവാറും 5 പേർ അല്ലെങ്കിൽ 6 പേരെ കാണത്തുള്ളൂ. അന്ന് ഞാൻ 1000 പേരോട് പ്രസംഗിക്കുന്ന വാശി പ്രസംഗിക്കും. അങ്ങനെ ഒരു കൃപ എനിക്ക് തന്നു. 1000 പേരെൻ്റെ മുമ്പിലുണ്ടെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഈ ഒച്ച വയ്ക്കുന്നത്. സ്തോത്രം. അന്നും അങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. സ്തോത്രം. കുറേ കഴിഞ്ഞപ്പോൾ ദൈവസ്ഥിതിക്ക് ഭേദം വരുത്തി. ഞാൻ അന്ന് എനിക്കന്നേരം ഈ സ്തോത്രം, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തഴക്കം ഓൺലൈനിൽ ആൾക്കാർ കേൾക്കുന്നുണ്ട്, തഴക്കവും പഴക്കം കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് മുതലേ തുടങ്ങുന്നതാണ് സ്തോത്രം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം. അത് കുത്തിക്കുറിച്ചൊരു കടലാസിൽ കൊണ്ടു അവിടെ ചെന്നിട്ട് പെട്ടെന്ന് സ്തോത്രം തിരുവനന്തപുരം പട്ടണത്തിനകത്ത് 500-600 പേര് വരുന്ന കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ സംഭവം കൊണ്ട് ചെന്നിരിക്കുക. അവിടെ ചെന്ന് പെട്ടെന്ന് 3 പേർക്കുള്ള പ്രസംഗമാക്കി മാറ്റാൻ എനിക്കറിയില്ല. അത് വേറൊരു പ്രശ്നമാണ്, കളമറിഞ്ഞ് പ്രസംഗിക്കാൻ. സ്തോത്രം. ഇന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ തടക്കം കൊണ്ട് എന്ന് ഞാൻ ആത്മാവിനെ അനുസരിച്ച് ഞാൻ പോളും, ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേട്ടോ. എങ്കിലും സ്തോത്രം മനുഷ്യത്വത്തിൽ അന്ന് എനിക്ക് മാറ്റാനും അറിയില്ല. ഞാൻ ഇതും കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇവരോട് പറഞ്ഞാലും ഒക്കത്തില്ല, ഞാൻ പൊതുജനത്തോട് പറയേണ്ട സംഭവമല്ലേ. ആകെപ്പാടെ ആരും വന്നില്ല. 8 പേര് അവരവിടെ ഇവിടെയൊക്കെ ഇരുന്നു. ഞാൻ കണ്ണടച്ച് നിന്ന് പ്രസംഗിച്ചു. ആരും ഉണ്ടെന്നില്ല നോക്കിയില്ല. എൻ്റെ ഇരുന്ന സാധനം തീർന്നപ്പോൾ ഞാൻ മൈക്ക് താത്ത് വെച്ചു. സ്തോത്രം. ഞാനങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ വീടുകളിൽ ചെന്നിട്ട് 6 ആഴ്ചയൊക്കെ യോഗത്തിന് ഈ ആഴ്ച വരണം എന്ന് പറയും. വരുമെന്നൊരു നമ്മളെ കൊതിപ്പിക്കും. പറയും ഈ ആഴ്ച വരാം, അപ്പോൾ ഈ ആഴ്ച വരികയല്ല. അപ്പോൾ പിന്നെ അടുത്ത ശനിയാഴ്ച പിന്നെ ഞാനും ഭാര്യയും കൂടി ചെല്ലും. കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റിയിരുന്നാണ്, ഈ ആഴ്ച വരണേ. കഴിഞ്ഞ ആഴ്ച അന്നേരമാണ് പാസ്റ്റർ ഒരാൾ വന്ന്, ഈ ആഴ്ച തീർച്ചയായിട്ടും വരും, പക്ഷെ വരികയല്ല. അങ്ങനെ ഒരുത്തൻ്റെ പുറകിലൊക്കെ 6 ആഴ്ച മുടങ്ങാതെ നടന്നിട്ടുണ്ട്, എന്നിട്ടും വന്നിട്ടില്ല. ഇപ്പം അവരെന്നോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്നാണെന്നറിയാമോ? ഷാജി പാസ്റ്റർ വലിയ ആളായി. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ആഴ്ച വരുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും പള്ളി പറഞ്ഞാൽ മതി ഇനി. കാരണം ഞാനും എൻ്റെ ഭാര്യയും കൂടി 6 ആഴ്ച നിൻ്റെ തിണ്ണേ കിടന്ന് കരഞ്ഞു.
ഒരു യോഗത്തിന് വരാൻ പറഞ്ഞ്. ഇന്നിപ്പോ സ്തോത്രം അവിടുത്തെ മൂഡ് പറയുമ്പോൾ ഷാജി പാസ് വരൂന്ന് ഓർത്ത് വന്നില്ല. ദൈവം കാലങ്ങളെ മാറ്റും. സ്തോത്രം. Praise the Lord Jesus. ഞാൻ ഈ സഭയോട് ആത്മാവിൽ പറയുന്നത്, ഞാൻ എൻ്റെ അനുഭവം കർത്താവ് സ്തോത്രം ഒന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ സന്നിധി പറയാം, സ്തോത്രം, കർത്താവ് വിശ്വസ്തനാണ്. നീ ഒരു മേശയിട്ട ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ ഉണ്ടെന്നറിഞ്ഞാൽ ആള് വരുന്നൊരു കാലം വരും. സ്തോത്രം. എഫേസോസിലെ ആളുകൾ അഥവാ ആസിയയിലെ ആളുകൾ പൗലോസിനോട് പറഞ്ഞു, ഈ പട്ടണത്തിലെങ്ങും പ്രസംഗിക്കാൻ പറ്റുകയില്ല, ഒരിടത്ത് പോയാലും മൈസാക്ഷ്യം കൊടുക്കുകയില്ല, ഒരിടത്ത് പോയാലും ഒരു നിലവാരം പരസ്യത്തിന് പോലും സമ്മതിക്കുകയില്ല. ദൈവത്തോട് പറഞ്ഞു, ഈ മാർഗം കൊണ്ട് ഇവിടെ വരരുത് എന്ന ക്ഷേത്രനഗരിയിൽ എഫേസോസ് അടക്കമുള്ള അവിടെ പറഞ്ഞപ്പോൾ തോറ്റുപോകാൻ മനസ്സില്ലാത്ത മനുഷ്യൻ 1.5 കൊല്ലം ഒരു പാരലൽ കോളേജ് പോലത്തെ ഒരു പാഠശാല എടുത്തു, അവിടെ ഇരുന്നു. Glory to Jesus. Hallelujah. കർത്താവ് കാലങ്ങളെ മാറ്റി. ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. കാരണം ഇപ്പോൾ പറ്റി നിൽക്കുമ്പോൾ എല്ലാം കർത്താവിന് മാത്രം മഹത്വമായിരിക്കട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ സഭയോട് പറയാം, കർത്തൃദാസനോട് പറയാം, എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കാലങ്ങളെ മാറ്റും. സ്തോത്രം. ആ നാട്ടിലെ കംപ്ലീറ്റ് ആണ്. പിശാച് അറിഞ്ഞില്ല, പട്ടണമേനവന്മാരറിഞ്ഞില്ല, മതത്തിൻ്റെ തലവന്മാരറിഞ്ഞില്ല. സ്തോത്രം. നോട്ടീസില്ല, പബ്ലിസിറ്റി ഇല്ല, ബാനറില്ല, ഉച്ചഭാഷണിയില്ല. പക്ഷെ എൻ്റെ പുസ്തകത്തിൽ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും എല്ലാവരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേട്ടു. ഞാൻ എന്നും പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ 1000 വഴിയുണ്ട്. ഒരു വഴി അടഞ്ഞാൽ ദൈവം 6 വഴി തുറക്കും. ഇന്ന് പകരക്കാലം ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, സ്വർഗത്തിന്റെ 1000 വഴികളുണ്ട്. പുതിയ വഴി, പുതിയ ശുശ്രൂഷ, പുതിയ ആത്മാക്കൾ, പുതിയ രീതി, പുതിയ നിലവാരം ദൈവം തുറക്കട്ടെ. ദൈവം തുറക്കട്ടെ, ദൈവം തുറക്കട്ടെ, ദൈവം തുറക്കട്ടെ. ഹല്ലേലൂയ. വചനം എല്ലായിടത്തും പരന്നു. അസാധാരണ വീര്യപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. 11-ാം വാക്യത്തിൽ അസാധാരണ വീര്യപ്രവർത്തികൾ. വിശ്വസ്തനായി നിന്നാ മതി, ഒരിടത്തും ദൈവം തോൽപ്പിക്കുകയില്ല. വീര്യപ്രവർത്തി തുടങ്ങിയ പിന്നെ ഞാനീ പറഞ്ഞല്ലോ, അവരൊക്കെ തന്നെത്താൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാൻ തുടങ്ങില്ലേ. ദൈവം വീര്യപ്രവർത്തിയിലേക്ക് ഗീറ് മാറിയിട്ടു. വെറും ഒരു കവലപ്രസംഗിയായി നടന്നവനെ, സ്തോത്രം, അതിഥി പ്രസംഗിങ്ങനല്ല, കവലപ്രസംഗി, അങ്ങനെ നടന്നവനിൽ ദൈവം കൃപാവരം മാറ്റിക്കൊടുത്തു. വീര്യപ്രവർത്തികൾക്കുള്ള വരം കൊടുത്തു. അതോടുകൂടെ സാത്താന്യ കോട്ടകൾ ഇടിയാൻ തുടങ്ങി, പാതാള ഗോപുരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി, ദൈവപ്രവർത്തി വെളിപ്പെടാൻ തുടങ്ങി. ഞാൻ ഒരു ബിജോ പാസ്റ്റോട് മാത്രമല്ല പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ പുതിയ എണ്ണ. ഹല്ലേലൂയ. ആ വാക്കിനകത്ത് അറിയാതെ എൻ്റെ നാവിൽ അടർന്നു വീണ ആ വാക്കിനകത്ത് ദൈവം എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. ആ വാക്ക് നിങ്ങൾ കേട്ടോ, ദൈവത്തിൻ്റെ പുതിയ എണ്ണയുണ്ടെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അതിനർത്ഥം എന്താ? സ്തോത്ര. ഹല്ലേലൂയ. പുതിയ സ്തോത്ര ഇപ്പൊ ഉണ്ടാക്കിയ ബ്രാൻഡ് ന്യൂ എന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ദൈവത്തിന്റെ സന്നിധിയിൽ. ദൈവം അങ്ങനെ ചക്കിലിട്ട് കൊപ്രയാട്ടിക്കൊണ്ടിരിക്കുന്നവനല്ലല്ലോ. സ്തോത്ര. ഹല്ലേലൂയ. പിന്നെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എടാ സ്തോത്ര. ഹല്ലേലൂയ. ഒരെണ്ണ കൊണ്ട് ഒത്തില്ലെങ്കിൽ അടുത്ത എണ്ണയുടെ കുപ്പി ദൈവം തുറക്കും.
കർത്താവ് പറയുന്നു പുതിയ എണ്ണ. Glory Varagana Vaidala Radala Hamdala Rigadala Vaudavarela Haste Dereke Toraba Talaramsho Rike Regane De Baude Regane Chare Taram Tariba Chara Taraga Paudavarela Andana Vacha Paudagana Tudabana Sandara Vikabana Paudara Judabana Sandara Pauda. Yes! ഹല്ലേലൂയ. പുതിയ എണ്ണ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങിച്ചോളണം, കർത്താവേ, യോഗം കഴിയുമ്പോൾ എൻ്റെ വിഷയമെന്ന് മാറുമെന്നല്ല, എനിക്ക് പുതിയൊരു കൃപ തരണം, പുതിയൊരു അഭിഷേകം തരണം, പുതിയ എണ്ണ എന്നെ തേപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവ് ചെയ്യാൻ വിശ്വസ്തനാണ്. ഇതിനകത്തിരിക്കുന്ന ആർക്കൊക്കെയോ അത് ഫലിക്കുകയും ചെയ്യുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുക. കൃപാര ശഖനബര സന്ദലദരാദി. ഹല്ലേലൂയ. അങ്ങനെ അസാധാരണ വീര്യപ്രവൃത്തികൾ നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ദുഷ്ടാത്മാക്കളൊക്കെ വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഇവിടെ മന്ത്രവാദികളായി നടന്ന, ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു പറഞ്ഞു. യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്തവർ ഇന്നൊരൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം. അവിടെ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണവരുടെ കീഴടക്കി അവർ വീട്ടിൽ നിന്നിറങ്ങി ഓടിപ്പോയി. എഫേസോസിൽ പാർക്കുന്ന എല്ലാവരും സ്തോത്രം ഈ കാര്യങ്ങൾ അറിഞ്ഞു. അവർക്ക് ഭയം തട്ടി. ഇതെല്ലാം കഴിഞ്ഞു. അടുത്ത പ്രയോഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പലരും. 19 വാക്യം കണ്ടോ? ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന, അതിനർത്ഥം എന്താ? ഈ ആദ്യം പറഞ്ഞ 2-3 പേരെ രംഗത്ത് വന്നോളൂ, മറ്റോരൊന്നും രംഗത്ത് വന്നില്ല, ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പലരും ആ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ 1-2 കക്ഷിയെ വന്നോളൂ. പക്ഷെ ദൈവം പ്രവർത്തിച്ചപ്പോൾ സകലത്തെ ഇളക്കി. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പലരും അവർ യോഗത്തിന് വന്നെന്നല്ല, അവരവരുടെ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു. Praise the Lord. Hallelujah. 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 മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കത്തിച്ച് അവരെല്ലാം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അങ്ങനെ ഒരു തരംഗം തന്നെ അവിടെ ഉണ്ടായി. അതുണ്ടായി കഴിഞ്ഞപ്പോൾ ആ സംഭവത്തെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്ര വലിയൊരു ഉണർവാണ്, വലിയൊരു യോഗമാണ്. ആ യോഗത്തിൻ്റെ കൺക്ലൂഷനാണ് 20-ാം വാക്യം. അല്ലെങ്കിൽ ആ സംഭവ വികാസങ്ങളുടെ ഉപസംഹാര വാക്കാണ്. സ്തോത്രം. എന്തു പറഞ്ഞ ഉപസംഹരിച്ചത്? ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു എന്നാണ് മലയാളത്തിൽ. സ്തോത്രം. എന്നാൽ ഇത് ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കിനകത്ത് ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു അങ്ങനെയൊക്കെ പല വാക്കുകളുണ്ട്. വേദപുസ്തകം എഴുതിയ ഭാഷയ്ക്കകത്ത് ഈ സംഭവത്തിന്, ഈ വാചകത്തിന് വചനത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാക്കുള്ളൂ. ഓക്സിയാനോ എന്നൊരു വാക്കാണ്. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പിടിയിട്ടൊന്നും അറിയത്തില്ല. പിന്നെ ചില വാക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ ശ്രോത്രം മനസ്സിലാകാത്തതുകൊണ്ടാണ്. AUXANO അങ്ങനൊരു പ്രൊനൗൺസിയേഷൻ തന്നെ പാടാണ്. ഓക്സാനോ അങ്ങനെ പറയുന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ശ്രോത്രം. പരന്നു, പ്രബലപ്പെട്ടു, അങ്ങനെയുള്ള മലയാളം പദസഞ്ചയം കൊണ്ട് വലിയ ധന്യമായ ഭാഷയായതുകൊണ്ട് ഒത്തിരി പര്യായ പദങ്ങളൊക്കെ ഉണ്ടെൻ്റെ പേരിൽ അങ്ങനെ എഴുതി. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ വചനത്തോടു കൂടി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓക്സ്വാനോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എത്രയാണ്? വചനം പലതിനെയും കീഴ്പ്പെടുത്തി. ഓക്സ്വാനോ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ. വചനം കീഴ്പ്പെടുത്തി. ഞാൻ ആവേശത്തോടെ ഈ വാക്ക് കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കുക, എന്തുകൊണ്ട് വചനത്തിന് എഴുതിക്കൂടായിരുന്നു? പൗലോസ് പലതിനെയും സ്തോത്രം ശുശ്രൂഷ കൊണ്ട് ഒതുക്കി എന്ന് എഴുതാൻ വയ്യായിരുന്നു. നമ്മൾ പലരും പറയുന്ന പോലെ അഭിഷേകം പലതിനെയും കീഴ്പ്പെടുത്തി എന്ന് എഴുതാൻ വയ്യായിരുന്നു. അതൊക്കെ നല്ല വാക്കാണല്ലോ.
കൃപാവരം കൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ പലതിനെയും ചവിട്ടി ഒതുക്കി എഴുതാൻ വയ്യായിരുന്നു. അങ്ങനെ ഒന്നും എഴുതിയില്ല പരിശുദ്ധാത്മാവ്. അതൊക്കെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം അവിടെ കൃപാവരമുണ്ട്, അഭിഷേകമുണ്ട്, പക്ഷെ ബൈബിൾ എഴുതിയത്, അവിടെ ഹൈലൈറ്റ് ചെയ്തത് കൃപാവരത്തെ അല്ല, അവിടുത്തെ പറയുന്ന അഭിഷേകത്തെ അല്ല, ഒന്നിനെയല്ല. അവിടെ പരിശുദ്ധാത്മാവ് എഴുതി ഈ സംഭവത്തിൽ ഇവിടെ ചില ദുഷ്ടശക്തികളെ കീഴ്പ്പെടുത്തിയത് സ്വത്രം ഞങ്ങളാരുമല്ല, പൗലോസ് അല്ല, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ തിയോളജി അല്ല, ഞങ്ങളുടെ ഡിഗ്രി അല്ല, ദൈവത്തിന്റെ വചനമാണ്. Yes, 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 yes. Rikamana Duragachara Handala Jarada Diva Regade Regade Regadam Shabanam Divala Bauda Shamanagadadi Kruba 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 Vyabarikate Vyabarikate Deva Kruba Vyabarikate Atyanda Shakti Vyabarikate Deva Vajanam Vyabarikate Avaka He Anatha Praise City Savaka Kartavar Gift Idarate. Hallelujah. Hallelujah. Praise the Lord. Hallelujah. സഹോദരങ്ങളെ, സഹോദരിമാരെ, വചനം ചിലത് കീഴ്പ്പെടുത്താൻ ഇച്ചിരി സമയം എടുക്കും. ഓടിയങ്ങ് വന്ന് ഒരു കുപ്പി എണ്ണ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന പോലെയൊന്നും നടന്നിരിക്കുകയല്ല. അതുകൊണ്ടാണ് ഞാനൊരു സഭാ ശുശ്രൂഷനായതുകൊണ്ട് സ്തോത്രം, ഞാൻ അവിടെ വരുന്നവരോട് കൂടെ പറയുന്നത്, ഈ വല്ലപ്പോഴും വന്ന് മീൻ വെള്ളം എടുക്കാൻ വരുന്ന പോലെ മുകളിൽ വന്നിട്ട് പോവുകയല്ല. നിങ്ങളെല്ലാ യോഗത്തിലും വാ, എല്ലാ സഭായോഗത്തിലും വാ. എല്ലാ യോഗത്തിലെയും വചനം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് ഒരു ദിവസം കൊണ്ടല്ല, 1.5 കൊല്ലം കൊണ്ട് അവിടെ വചനം പല ശക്തിയെ, ആഭിചാരത്തെ, മന്ത്രവാദത്തെ, ക്ഷുദ്രത്തെ, പൈശാചികനെ, ദുരാത്മാവിനെ ദൈവത്തിന്റെ വചനം കീഴ്പ്പെടുത്തി. കളം മാറുക, തലം മാറുക, സ്ഥിതി മാറുക. ചുടലപര ഹസ്താരക്ഷാര ഹന്തലജാര റീഗക്ഷമന. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് എത്ര വലിയ ശക്തിയാണെങ്കിലും, പച്ചക്ക് ഇവിടെ എഴുതിയിരിക്കുന്നു, മന്ത്രവാദം അടക്കമുള്ള വിഷയമാണെങ്കിലും നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന സമയത്ത് ഉറങ്ങുക, വചന കേൾവിക്കകത്ത് യാതൊരു ഉന്മേഷം കാണിക്കാതിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യോഗം കഴിയും വചനമൊക്കെ കേട്ട് വീട്ടിൽ പോയിട്ട് എന്നാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ആർക്കറിയാന്ന് പറയുക. അവരൊക്കെ ഒരു 10-20 കൊല്ലോടെ കിടക്കേണ്ട വരും ഇതിനകത്ത്. അത്രയും കാലം കിടന്നെങ്കിലേ സ്തോത്രം മിക്കവാറും രക്ഷപ്പെടില്ല എന്നറിയില്ല. പക്ഷെ വചനത്തെ അഗാധമായി സ്നേഹിച്ചാൽ, വചനം ശ്രദ്ധയോടെ കേട്ടാൽ, വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിച്ചാൽ, വചനം ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ, വചനം ഫലിക്കാൻ തുടങ്ങിയാൽ, വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, വചനത്തിൽ രസിക്കാൻ തുടങ്ങിയാൽ, വചനം കയറി പിടിക്കും ചില വിഷയങ്ങളെ. ആ വിഷയങ്ങള് രോഗങ്ങൾ, ദുരാത്മാക്കൾ, കടഭാരങ്ങൾ, ശാപങ്ങൾ, പിതൃപാരമ്പര്യങ്ങൾ, ഇതിനെ മുഴുവൻ ദൈവത്തിന്റെ വചനം കീഴ്പ്പെടുത്തട്ടെ, 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 കീഴ്പ്പെടുത്തട്ടെ. ഉടലബല ഹദരിക ശണ്ടല ജഗദിനി രാധക്ഷാര റിഗലക്ഷാര ഹന്തല രഗദര ഉടവന ധാര ശാരഗദ സംദല ജരദന. കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, സ്തോത്രം, നിങ്ങളെവിടെ ഇരുന്ന് കേട്ടാലും ദൈവവചനം ഭയങ്കര സ്വാധീനം ഉണ്ടാക്കണം നിങ്ങളുടെ വീട്ടിൽ. കുറച്ച് ഞാൻ ഉറപ്പ് തരാം. ഞാനതുകൊണ്ട് ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ ഒരു ദിവസം, ഇപ്പോഴത്തെ കാലം ഒരു മീഡിയയുടെ കാലമാണ്. പണ്ടൊക്കെ ഒരു യോഗത്തിന് ഞായറാഴ്ച വന്ന് ഒരു യോഗത്തിന് വരുമ്പോഴാണ് ഒരു യോഗമൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഈ വാട്സാപ്പൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ല 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 അനുഗ്രഹീത മെസ്സേജുകൾ തരുന്ന എത്രയോ ഡെയിലി തരുന്ന എത്രയോ കർത്തൃദാസന്മാരുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ഒരു ദിവസം ഒരു മെസ്സേജെങ്കിലും കേൾക്കണം. നിങ്ങളുടെ ഓട്ടത്തിനിടയിൽ, വണ്ടിയിൽ, എവിടെയാണെങ്കിലും സ്തോത്രം, ആ വചനം നിങ്ങളെ സ്വാധീനിക്കണം. ഒരു കൊല്ലം നിങ്ങളുടെ മേൽ വചനം കയറി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ചില വിഷയങ്ങളെ വചനം കീഴ്പ്പെടുത്തും. ശാരീരിക രോഗങ്ങളെ, നിങ്ങൾക്ക് മാറില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ, കുടുംബ പ്രശ്നങ്ങളെ, ശാപങ്ങളെ, എല്ലാറ്റിനെയും ദൈവത്തിന്റെ വചനം കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ മർമ്മം വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് വേറെ ഒരു വഴിക്കും തിരിയാത്തത്. വേറെ സ്തോത്രം ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അങ്ങോട്ട് ഒന്നും തിരിയാത്തത്. 24 മണിക്കൂറും വേറെ എന്തിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി തന്നെ. കാരണം വചനം ആളുകൾക്ക് വിശ്വസിക്കാൻ തുടങ്ങിയാൽ, വീട്ടിൽ വചനം പറയാൻ അവസരം കിട്ടിയാൽ, വചനം ആളുകൾ കേൾക്കാൻ തുടങ്ങിയാൽ ഭയങ്കര. ഞാൻ പൗരുഷൻ്റെ ഒരു അനുഭവം പറയാം. സ്തോത്രം. പൗരുഷൻ വീട് ഒത്തിരി സമുദായക്കാർ, അക്രൈസ്തവർ, അവർ ഈ കൊറോണ കാലത്ത് വചനം കേൾക്കാൻ തുടങ്ങി. ഇന്ന് അവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ എത്രയോ പേരാ അവരുടെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി വരുന്നതെന്നറിയാമോ? കാരണം ഒന്നും ചെയ്തില്ല, അവർ നമ്മൾ കണ്ടിട്ടേ ഇല്ല. വീട്ടിലവർ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അഴിയാക്കുരുക്കുകൾ അഴിയാൻ തുടങ്ങി, ദൈവപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. സഭയ്ക്കകത്ത് കയറി വചനം കേൾക്കാൻ തുടങ്ങിയ നിന്നെ ദൈവം അനുഗ്രഹിക്കാതെ വിടുകയില്ല. ഈ ഉപവാസത്തിനൊരു കൺക്ലൂഷൻ ഉണ്ടാകും, അത് ഭയങ്കര വിടുതലാകും. അത് ചിലത് കീഴ്പ്പെടുത്തും ദൈവം. കീഴ്പ്പെടുത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ശരീരങ്ങളിൽ, മനസ്സുകളിൽ, വ്യക്തികളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ നസ്രയനായ യേശുവിന്റെ വചനം ഇവിടെ കീഴ്പ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ. കീഴ്പ്പെടുത്താൻ തുടങ്ങും. കണ്ണുകൾ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൂതിലേക്ക് വരാം. നിങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്തേ. സ്തോത്രം. ഇതൊരു ഫൗണ്ടേഷനാണ്. ഇപ്പോൾ കർത്താവ് നമുക്കൊരു ആമുഖമായി തന്നത്. ഇതൊരു അടിത്തറയാണ്. അടിത്തറ ഇത്ര ശ്രേഷ്ഠമാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇനി പണിയാൻ പോകുന്ന എന്തായിരിക്കും? ആ മനസ്സോടെ നിങ്ങൾ അങ്ങനെ തന്നെ ആകട്ടെ അപ്പ, അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആകട്ടെ അപ്പ. കർത്താവേ സ്തോത്രം. റബന ഷഹിനി. കണ്ണുകൾ അടച്ചാട്ടെ. ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടെ വചനം കീഴ്പ്പെടുത്താൻ പറ. നിങ്ങൾ ഭക്തിയുള്ളവരാണ്, വളരെ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തിങ്കലല്ലാതെ രക്ഷയില്ലെന്ന് അറിഞ്ഞു വന്നതാണ്. പക്ഷെ യോഗമെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്നെ പിന്നെയും സ്വാധീനിക്കുന്ന ചില മുറുകെ പറ്റുന്ന വിഷയങ്ങളുണ്ട്. അതിനെ കൂടെ എൻ്റെ ദൈവമേ ഈ ഉപവാസത്തിൽ കീഴ്പ്പെടുത്തി തരണം. അതോടെ അങ്ങ് തീർന്നാൽ നമ്മൾ ആരാകൂന്നറിയാമോ? ചില ചെതുമ്പലുകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റി നിൽക്കുന്നുണ്ട്. ധന്യനായ പൗലോസ്ലീഹയെ കൊർന്നല്യോസ് എന്ന് കൈവയ്ക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9 ഞാൻ വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കൈവയ്ക്കുമ്പോൾ ചെതുമ്പല് പോലെ എന്താ ഒന്ന് താഴെ വീണു. ആ ചെതുമ്പല് താഴെ വീണതോട് കൂടെ പൗലോസ് മറ്റൊരു മനുഷ്യനായി. പകൽക്കാലം ഏതോ ചെതുമ്പല് നിന്നെ നീയാക്കാതിരിപ്പാൻ, നിന്റെ കൃപ ജ്വലിക്കാതിരിപ്പാൻ, നിന്റെ പ്രാർത്ഥന ദുഷ്ട വ്യാപാരങ്ങളെ പൊളിക്കുന്നേ.